ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോടുള്ള മനോഭാവവും നിങ്ങളുടെ പേഴ്സന് തേർഡ് പാർട്ടിയോടുള്ള മനോഭാവവുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ആദ്യം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് പറയുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുകയും ഒരുപാട് സാഹചര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും പല വിധത്തിലുള്ള പരിപാടികൾ നിങ്ങൾ ഇതല്ല അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ അഡ്വൈസ് കൊടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മച്ചമ്പി നിങ്ങൾക്ക് അത് ഒരു ഗ്രാസ് പ്രൈസ് ആണ് നിങ്ങളുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ ഏറെക്കുറെ സമയങ്ങളിൽ തന്നിട്ടുള്ളത്. അതായത് ഗ്രാസ് എന്ന് വെച്ചാൽ പുല്ല്, പ്രൈസ് എന്ന് വെച്ചാൽ വില, പുല്ലുവില. നിങ്ങൾക്ക് അതിൽ ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് മാനസികമായിട്ടുള്ള ആഘാതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കി കൊടുക്കാനും നിങ്ങൾ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞു നോക്കി. പിന്നെ സഹതാപത്തിന്റെ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ പറഞ്ഞു നോക്കി, കരഞ്ഞു പറഞ്ഞു നോക്കി, ദേഷ്യപ്പെട്ട് പറഞ്ഞു നോക്കി. പല വിധത്തിൽ നിങ്ങൾ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടേയിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ആള് അതൊന്നും വലിയ കാര്യമാക്കാൻ നിന്നില്ല. ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി കളയുക, അല്ലാന്നുണ്ടെങ്കിൽ അതിലൊന്നും വലിയ കഴമ്പില്ല, നിങ്ങൾ പറയുന്ന കാര്യത്തിലോ പ്രവർത്തിക്കുന്ന കാര്യത്തിലോ വലിയ കഴമ്പില്ല എന്നുള്ള കാര്യങ്ങളുമാണ് നിങ്ങളുടെ മച്ചമ്പി ഇവിടെ കണ്ടത്. കാരണം ഇവിടെ മറ്റുള്ള എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് അടി വഴക്ക് പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഒരു എന്താ പറയുക ഒരു കൂടിച്ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ പരിപാടികൾ ഇവിടെ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ കണ്ട ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ലൈഫിലെ ഒരു നെടുംതൂണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിന്ന് നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ലൈഫിലെ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഒക്കെ ആയിട്ട് കണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ആള്, നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഒരാളുടെ കാര്യത്തിലുള്ള പ്രവർത്തികളും ഈ ആളുടേതായിട്ടുള്ള
കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് ആശങ്ക ഭയങ്കരമായിട്ട് കൂടുന്നത്. ഒരുപാട് നിങ്ങൾക്ക് ഓവർ തിങ്കിങ്, ആശങ്ക, ഒരു എന്താണ് എന്നുള്ള ഒരു അടുത്തതെന്ത് എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഒരുപാടാക്കുന്നത് അങ്ങനെയുള്ളത് കൊണ്ടാണ്. കാരണം ഈ ആള് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയാ, ഒരു കംപ്ലീറ്റ് ആണത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഏത് ചെടി എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളവും വളവും വേണം, എന്നാലേ അത് പൂത്തുലഞ്ഞ് കായ്ക്കുള്ളൂ. അതിന് വെള്ളവും വളവും ഇല്ലാന്നുണ്ടെങ്കിൽ അത് വാടി വരണ്ട് പോവും. ഇതിപ്പോ എന്താ പറയാ, അങ്ങനത്തേതായിട്ടുള്ള ഒരു വെള്ളവും വളവും കിട്ടാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ലൈറ്റായിട്ട് മാത്രം കിട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേറെയുള്ള പരിപാടികൾ, ആശങ്കാജനകമാക്കുന്ന പരിപാടികളൊക്കെയാണ് നിങ്ങളുടെ ആള് ഇവിടെ പല രീതിയിലും കാഴ്ചവെക്കുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരും. പിന്നെ നിങ്ങൾക്ക് അടുത്ത നിമിഷം മനസ്സിലാവും ഈ വ്യക്തി തന്നെയാണോ നേരത്തെ സംസാരിച്ചത്. ചില സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് വേറെ വിപരീതമായിട്ട്, ഓപ്പോസിറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കും. അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ മൗനയുദ്ധങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ കയ്യാങ്കളി കൊണ്ടൊക്കെ പ്രവർത്തിക്കും ഇവിടെ. അതുമാത്രമല്ല, ചില ആളുകൾ ഇവിടെ മൗനയുദ്ധം വരെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ വ്യക്തിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും ആണ് നിങ്ങളുടെ ഒരു ബാലൻസിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കുടുംബത്തിന് ബുദ്ധിമുട്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള എന്തൊക്കെയോ ആശങ്കാപരമായിട്ടുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മാത്രം കാര്യങ്ങളാണ്, അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളും കൊണ്ടിട്ടാണെന്നുള്ള ഇതൊക്കെയാണ് നിങ്ങളുടെ ആള് ചിന്തിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു കൂടിച്ചേരലുകൾ കാര്യങ്ങൾ വരുമ്പോൾ അതിനെല്ലാത്തിനും തടസ്സങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കൂടിച്ചേരലിന് തടസ്സം, അല്ലെങ്കിൽ ഒരു സംസാരം, നല്ല കാര്യങ്ങൾ പരിപാടികളൊക്കെ വരുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാവുക. ഇപ്പൊ ഇന്ന് കുറച്ചു നേരം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ഓക്കെ അല്ല. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തടസ്സം, അല്ലെങ്കിൽ വഴക്ക്, പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളെ ചോദ്യം ചെയ്തിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ഫാമിലി കുട്ടികളെയോ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആശങ്ക ഉണ്ടായിട്ടാണ് നിങ്ങൾ പല വിധത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ ആള് ചിന്തിക്കുന്നില്ല. അതാണ് അതിനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം നിങ്ങളുടെ ആൾക്ക് എന്താ പറയാ, അവരവരുടേതായിട്ടുള്ള ഒരു മുന്നും പിന്നും നോക്കാതെയുള്ള പ്രവർത്തനം. നാളെ എന്ത് വരും, അത് എനിക്കൊരു കണക്കുകൂട്ടലുകൾ ഉണ്ട്, അതുപോലെ തന്നെ വരുവുള്ളൂ. എൻ്റെ കണക്കുകൂട്ടലുകളൊന്നും എന്താ പറയാ തെറ്റാറില്ല. എനിക്കറിയാം എന്ത് ചെയ്യണം, എനിക്കറിയാം ആരാണ്, എന്താണ്, ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ആൾക്ക്. ഉപദേശങ്ങൾ ഇഷ്ടമല്ല, പക്ഷെ അവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്, മറ്റുള്ളവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഉപദേശിക്കാനായിട്ടുള്ള ഇത്, നിങ്ങൾ അതിനുള്ള ആള് ഇല്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി കണക്കാക്കുന്നത്. ഇതിലുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പല പ്രാവശ്യം പല തിരിച്ചറിവുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അപ്പൊ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്കതൊരു എന്താ പറയാ, ഒരു ഇറിറ്റേഷൻ പോലെ,
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വഴക്കാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനെയൊക്കെ പോലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഇത് രണ്ടുപേരുടെയും സമാധാനം കെടുത്തുവാണ്. രണ്ടുപേർക്കും മനസമാധാനം ഇല്ലായ്മ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ട്, കുടുംബത്തിന് ബുദ്ധിമുട്ട്, രണ്ടുപേരുടെയും ലൈഫിൽ ബാലൻസ് ഇല്ലായ്മ പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഉദ്ദേശിച്ച സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുകയും നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളെയും വ്യക്തികളെയും മനസ്സിലാക്കിയാൽ ഇവിടെ ഏകദേശം പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതാണ് ഇതിലുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം ഇത് ഇവരുടേതായിട്ടുള്ള ഓരോ പുതിയ ഓരോ കാണിച്ചു കൂട്ടല് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ഒരു നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഞാനിത് ആരുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഞാൻ എന്താ ഒറ്റക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കിളി പറന്നു പോയ പോലെയുള്ള ഒരവസ്ഥ. മനസ്സിലായോ? അതാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ടീനേജ് ആയിട്ടുള്ള ആളുകളുടെ പോലെയുള്ള ഒരു മനസ്സാണ് നിങ്ങളുടെ വ്യക്തിക്ക്. ഇപ്പൊ ആള് ഇത്തിരി ഏജ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി അഡൾട്ട് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ഒരു ടീനേജ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെയോ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു ലല്ലല്ലാപാടി നടക്കലാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾ നോക്കും. എല്ലാ റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾക്കാണ്. റെസ്പോൺസിബിലിറ്റീസ് A to Z ചെയ്യേണ്ട കടമ, അത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു ചിന്ത. പുള്ളി ഇങ്ങനെ ലല്ലല്ലാപാടി ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ, എം വഴി തനി വഴി അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളാണ്. നിങ്ങളാവുമ്പോൾ എല്ലാ കാര്യങ്ങളും നൈസായിട്ട് ചെയ്തോളും. എന്ത് പരിപാടിയാണെങ്കിലും നിങ്ങളത് അടുപ്പിച്ചടുപ്പിച്ച് എങ്ങനെയെങ്കിലും ഇഴഞ്ഞു വലിഞ്ഞാണെങ്കിലും, നിങ്ങളുടെ സ്വന്തം കാര്യമാണെങ്കിലും, ഇപ്പൊ മക്കളുണ്ടെങ്കിലും അവരുടെ കാര്യമാണെങ്കിലും, എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തോളും. നിങ്ങൾ എവിടെയും പോവില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ ആള് ചിന്തിക്കുന്നത് ഞാനൊന്ന് എല്ലായിടത്തും ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് വരട്ടെ. അത് ചിലപ്പോൾ മൈൻഡ് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഉണ്ടാവും, ആളുണ്ടാവും, പക്ഷെ മനസ്സുകൊണ്ട് ലോകം മുഴുവനും കറങ്ങിയിട്ടുണ്ടാവും. അതുപോലെയൊക്കെയുള്ള ഒരു ഇത് എന്താണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ടല്ലോ. നിങ്ങൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കൂടി നിങ്ങൾ നോക്കിക്കോളുമല്ലോ. നിങ്ങൾ ഒരിക്കലും ഒരു പരിപാടിയും വിട്ട് കളയില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് നിങ്ങളുടെ ആൾക്ക്. അതിപ്പോ നിങ്ങളുടെ സ്വന്തം കാര്യമായിക്കോട്ടെ, മക്കളുടെ കാര്യമായിക്കോട്ടെ, വീടിന്റെ കാര്യങ്ങളായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യുന്ന കാര്യം, ഇവര് വെയിറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും നിങ്ങളവിടെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തോളും. അതാണ് ഇവിടെ കാണിക്കുന്ന ഒരിത്. കാരണം നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള പരിപാടികളാണുള്ളത്. കാരണം നിങ്ങൾക്ക് ആദ്യമൊന്നും ക്ഷമയില്ലാത്ത ആളുകളായിരുന്നു. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫിൻ്റെതായിട്ടുള്ള പരിപാടികളിൽ കൂടെയോ നിങ്ങൾ പതിയെ വെയിറ്റിംഗ് എന്താണ്, ക്ഷമ എന്താണ് എന്നൊക്കെ നല്ല രീതിക്ക് ചെറുതായിട്ടാണെങ്കിലും പതിയെ ആണെങ്കിലും വലുതായിട്ടാണെങ്കിലും പഠിച്ചു.
നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് നല്ല രീതിക്ക് ഹാപ്പിനെസ്സും തന്നിട്ടുണ്ട്. എത്രത്തോളം ഹാപ്പിനെസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത്രത്തോളം ഒരു ബുദ്ധിമുട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രവർത്തികളായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വമില്ലായ്മയോ കാര്യങ്ങളോ ആയിരിക്കും. അത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻസും തന്നിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളവിടെ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളോടുണ്ട്. എന്തൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും പ്രവർത്തികൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കാര്യം നിങ്ങളുടെ മച്ചമ്പിയുടെ മനസ്സിലുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. ഇതാണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്. ഇനി നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താന്ന് നോക്കാം. ഓക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ടുള്ള പല പരിപാടികളിലും കാര്യങ്ങൾ ഏകദേശം തീരുമാനിച്ചിരുന്നതൊക്കെ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയാണ്. അല്ലെങ്കിൽ ഇപ്പോഴും ഏറെക്കുറെയൊക്കെ തീരുമാനിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയാണ്. ആരാണ് ശരി, എന്താണ് ശരി, ഏതൊക്കെ സാഹചര്യങ്ങളാണ് ശരി, ആരെയാണ് നിങ്ങളുടെ വ്യക്തി കേൾക്കേണ്ടത്, ആരെയാണ് നിങ്ങളുടെ വ്യക്തി അനുസരിക്കേണ്ടത്, അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, തേർഡ് പാർട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള വ്യക്തികൾ, അവരെക്കുറിച്ച് നല്ല രീതിക്ക് സംസാരിക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെയും അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെയും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അകറ്റാൻ നോക്കുകയും ചെയ്യുന്നതാണ് തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യം. അത് അവരുടേതായിട്ടുള്ള ഭാവനയിൽ ഇപ്പൊ ഒരു ചെറിയൊരു കുഞ്ഞു കാര്യമാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ നിങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ പറ്റിയുള്ള ചെറിയൊരു കുഞ്ഞു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാവനയിൽ ഇവര് കുറച്ചും കൂടി ഒന്ന് മിനുക്കി ഇത്തിരി എരിവും പുളിയൊക്കെ ചേർത്ത് കുറച്ചും കൂടി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആളെ ഇങ്ങനെ മാറ്റുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ആണ് എല്ലാ കാര്യങ്ങളും വരച്ച വരയിൽ നിർത്തുന്നത്. പക്ഷെ വരക്കുന്നത് ഈ തേർഡ് പാർട്ടിയാണ്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പരിപാടി. അത് ഇപ്പൊ ഈ തേർഡ് പാർട്ടി 2 റൗണ്ട് പഞ്ചായത്ത് വഴി 2 റൗണ്ട് ഓടാൻ പറഞ്ഞാലും നിങ്ങളുടെ ആള് അവരെ പിണക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പഞ്ചായത്തല്ല അടുത്ത പഞ്ചായത്തിൽ പോയി 2 റൗണ്ട് ഓടിയിട്ട് വരും. കാരണം അവരെ പിണക്കണ്ട, അവരെ വിഷമിപ്പിക്കണ്ട. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ലവർ മാത്രം അല്ല. തേർഡ് പാർട്ടി ഇപ്പൊ പാരൻസ് തേർഡ് പാർട്ടി ആയിട്ട് വരും, ഫ്രണ്ട്സ് തേർഡ് പാർട്ടി ആയിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും തേർഡ് പാർട്ടി ആയിട്ട് വരും. ഇവിടെ അങ്ങനെയുള്ള എനർജീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അവരുടെ സന്തോഷത്തിന് ഓവർ പ്രാധാന്യം കൊടുത്ത് അവനവന്റെ കാര്യങ്ങളെ ത്യജിക്കുന്ന, അവനവന്റെ ഇതായിട്ടുള്ള എന്നെ ഓർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിൽക്കുന്ന എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ആളുകളെ ത്യജിക്കുന്ന ഒരു ഇടപാട്. കാരണം ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പല പരിപാടികൾക്കും ഗോൾഡൻ പ്രൈസ് ആണ് കൊടുക്കുന്നത്.
ഗോൾഡ്, പൊന്ന്, പ്രൈസ്, വില, പൊന്നും വില. പൊന്നിൽ ഇപ്പൊ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. അതുപോലത്തെ ഒരു ഇതാണ് കൊടുക്കുന്നത്. കാരണം ഇവര് ഹാപ്പിനെസ് വേണം. ഹാപ്പിനെസ്, ഇവരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര എന്തോ ഇതുപോലെയാണ്. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി ഇവിടെ കണക്കാക്കി വെച്ചിരിക്കുന്നത് ഒരു നമ്മളിപ്പോ ഒരു പണിക്കാരൻ എന്നൊക്കെ പറയൂല, അല്ലെങ്കിൽ ഒരു പണിക്കാരി എന്നുള്ള ഒരു രീതിയിൽ പണിയെടുപ്പിക്കുന്ന ആള്. സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടേതായിട്ടുള്ള പല ഇവര് ഉദ്ദേശിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളെയും പല വ്യക്തികളെയും അകറ്റി നിർത്തുന്ന കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളുടെ വ്യക്തിയിൽ കൂടി പ്രവർത്തിപ്പിക്കുന്നതായിരിക്കാം. കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോ കാര്യങ്ങളിൽ കൂടി. കാരണം ഇവരുടെ ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പല ഇന്നർ തോട്ട്സും നിങ്ങളുടെ പേഴ്സൺ വഴി നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാണിക്കുന്നു. ഈ ഇവരുടെ അടുത്തുനിന്ന് പോവാതിരിക്കാൻ എത്രയും ഇവരുടെ അടുത്ത്, ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിർത്താൻ പറ്റുമോ അത്രയും ഇങ്ങനെ ഈ ആന ബോണ്ടിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെയുള്ള എനർജി. ഇത് വാക്കുകൾ കൊണ്ടായിരിക്കാം, പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം, ബ്ലാക്ക് മാജിക് എനർജി കൊണ്ടിട്ടായിരിക്കാം. ഇവിടെ അങ്ങനെയുള്ള പല പരിപാടികളും കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചിന്തയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും. ഇത് ഇത്തിരി ബോറടിക്കുന്നു, അല്ലെങ്കിൽ ശരിക്കും എൻ്റെ കൂടെ നിന്നവർ പറഞ്ഞതിലൊക്കെ കാര്യം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തോട്ട്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഈ തേർഡ് പാർട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവർ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പല കാര്യങ്ങളും ബ്ലോക്ക് ആക്കി വെക്കും. ഒരു എന്താ പറയാ, നമ്മള് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു വീടിന് ഗേറ്റ് വെച്ച് മതിൽ വെച്ച് ലോക്ക് ചെയ്തിടൂല, അതുപോലെയൊക്കെയുള്ള ഒരു ഇത് വെക്കും. പക്ഷെ ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ അകലെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒളിയമ്പ് വിടുന്നതായിരിക്കാം. കൂടുതലും ഈ ഒളിയമ്പ് വിട്ടുള്ള പരിപാടികളാണ്. ഒളിപ്പോര് നടത്തുന്നതിന് പേര് കേട്ടതാണ് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു പൊന്നും വിലയാണ് ഇവരുടെ പല രീതിയിലുള്ള പല കാര്യങ്ങൾക്കും കൊടുക്കുന്നത്. നിയമം, ഇവര് പറയുന്നതാണ് നിയമം, അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിയമം എന്നുള്ള ഒരു വ്യാജപരമായിട്ടുള്ള തോട്ട്സ്, വേറൊന്നുമല്ല. ഒരു ഇപ്പൊ എന്താ പറയാ, ആക്ച്വലി ഇവരുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള കയ്യിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ വെള്ളം കിട്ടുമ്പോൾ ഇങ്ങനെ കുഴിച്ച് 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 എത്രത്തോളം കുഴിക്കാൻ പറ്റുമോ അത്രയും ഇങ്ങനെ താത്തി 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 കുഴിച്ച് 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 പോകൂല, അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഇങ്ങനെ താത്തി 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 ഇങ്ങനെ കുഴിച്ച് 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 ഒരു പരിവമാക്കി എടുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവിടെയുള്ള ഒരു കാര്യം. എന്താണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ഇവരെ ബുദ്ധിമുട്ടിലാക്കാൻ തേർഡ് പാർട്ടി ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇറിറ്റേഷൻ ആക്കാൻ തേർഡ് പാർട്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു തോട്ട്സ് ആണ് ഇവരോടുള്ളത്. അതാണ് ഇതിലുള്ള പ്രശ്നം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ഏതാണ് പഞ്ചസാര ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത് തന്നെ ഓ ഇത് തന്നെ ഇടപാട്. നിങ്ങളുടെ ആൾക്ക് പുറമേ ഉള്ള ഒരു ഇതാണ്, ഇവര് ഇങ്ങനെയാണ്, ഇവര് എന്തോ വലിയ ഒരു ഗോൾഡൻ ഒരു ഇതുപോലെയാണെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ. പക്ഷെ ഇവര് നടത്തുന്ന ഒളിയമ്പുകള്, ഒളിപ്പോരുകള്, ഇവരുടെ പ്രവൃത്തികള്, ബ്ലാക്ക് മാജിക്സ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ വഴിയാണ് സ്വന്തം ജീവിതത്തിൽ ബാലൻസ് തെറ്റുന്നത്, മക്കൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അതൊന്നും ഇതാക്കാതെ ഇങ്ങനെ ലല്ലല്ല പാടി ആടി ആടി പാടി പാടി നടക്കുന്നു. അതാണ് നിങ്ങളുടെ ആള് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരോടുള്ളൊരു ആറ്റിറ്റ്യൂഡും. കാരണം ഒരു നല്ലൊരു മാസ്ക് വെച്ചുള്ള, അല്ലെങ്കിൽ ഒരു മുഖം മൂടി ധരിച്ച ഒരു ആളാണ്
ഈ തേർഡ് പാർട്ടി. ആ മുഖം മൂടിയുടെ ഉള്ളിൽ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുറമേയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഈ നിങ്ങളുടെ ആള് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിക്കോളും. കണ്ടാലറിയാത്ത വ്യക്തി കൊണ്ടാലറിയുമ്പോൾ മനസ്സിലാക്കും. അല്ലാതെ എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കുന്നില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.